നമസ്കാരം. എല്ലാ UK മലയാളികൾക്കും ഗുഡ് മോർണിംഗ് UKയുടെ മോർണിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. ഓൺലൈൻ വഴിയുള്ള വർഗീയ ദേശീയത അതിവേഗം ഉയരുന്നുവെന്ന ആശങ്ക പ്രകടിപ്പിച്ച് കൺസർവേറ്റീവ് പാർട്ടി നേതാവ് കമി ബെഡ്നോർ. പാർട്ടി നേതൃത്വത്തിലെത്തിയതിനു ശേഷം തന്റെ വർഗവും നിറവും ചൂണ്ടിക്കാട്ടി വംശീയ അധിക്ഷേപങ്ങളും ആക്രമണങ്ങളും നേരിടേണ്ടി വന്നതായും അവർ വ്യക്തമാക്കി. ചിലർ തന്റെ ത്വക്ക് നിറത്തെ ആശ്രയിച്ചാണ് താൻ യഥാർത്ഥ ബ്രിട്ടീഷ് ആണോ അല്ലയോ എന്ന് നേതൃസ്ഥാനത്തേക്ക് യോഗ്യമാണോ എന്നും പറയുന്നത്. ഇത് വെറും ഓൺലൈൻ വിദ്വേഷമല്ല, സമൂഹത്തിന്റെ ഐക്യത്തെ തന്നെ തകർക്കുന്ന പ്രവണതയാണ്. ഒക്ടോബറിൽ നടക്കുന്ന കൺസർവേറ്റീവ് പാർട്ടി സമ്മേളനത്തിന് മുന്നോടിയായി പാർട്ടിക്കുള്ളിലെ കലഹങ്ങളും വ്യക്തിപരമായ ആക്രമണങ്ങളും ദിനംപ്രതി വർദ്ധിക്കുകയാണെന്നും അവർ ചൂണ്ടിക്കാട്ടി. ഇതിന്റെ വിഷമമായ അന്തരീക്ഷം പാർട്ടിയുടെ വിശ്വാസ്യതയെ ബാധിക്കുമെന്നും അവർ മുന്നറിയിപ്പ് നൽകി. രാഷ്ട്രീയത്തിൽ വർഗീയതയും വിദ്വേഷവും വളരുന്നത് രാജ്യത്തിന്റെ സാമൂഹിക ഐക്യത്തിനും ജനാധിപത്യത്തിനും വെല്ലുവിളി നേരിടേണ്ടി വരുമെന്നും അവർ ചൂണ്ടിക്കാട്ടി. ആസ്ട്രനെക്ക, നൊവാർട്ടിസ് എന്നിവയുൾപ്പെടെയുള്ള പ്രമുഖ ഫാർമസ്യൂട്ടിക്കൽ കമ്പനികൾ NHS മരുന്നുകളുടെ ചെലവ് വർദ്ധിപ്പിക്കാൻ UK സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തുന്നു. 25 വർഷമായി മാറ്റമില്ലാതെ തുടരുന്ന ചെലവ് ഫലപ്രാപ്തി പരിധികൾ നൂതന ചികിത്സകളിലെ നിക്ഷേപം നിരുത്സാഹപ്പെടുത്തുകയും ക്ലിനിക്കൽ പരീക്ഷണങ്ങളിൽ UKയുടെ മത്സരശേഷിയെ ദുർബലപ്പെടുത്തുകയും ചെയ്യുന്നുവെന്ന് അവർ വാദിക്കുന്നു. NHS മരുന്നിനായി കൂടുതൽ ചെലവ് അനുവദിക്കാത്ത പക്ഷം UKയിലെ ഗവേഷണവും ഡ്രഗ് ട്രയലുകളും പിൻവലിക്കേണ്ടി വരുമെന്ന മുന്നറിയിപ്പും ഫാർമ കമ്പനികൾ നൽകുന്നു. ചെലവ് വർദ്ധിപ്പിക്കാതെ പോയാൽ ജീവരക്ഷാ മരുന്നുകൾ രോഗികൾക്ക് വൈകി ലഭിക്കുകയും എന്നാൽ ചെലവ് കൂട്ടിയാൽ NHS ബജറ്റിനും പൊതുജന സേവനങ്ങൾക്കും വലിയ ബാധ്യത ഉണ്ടാക്കുമെന്നും പറയുന്നു. ഇതിൽ സർക്കാരിന്റെ നിലപാട് എന്താണെന്ന് കാത്തിരിക്കുകയാണ് ജനങ്ങൾ. യൂറോപ്പിലെ തന്നെ ഏറ്റവും വലിയ തെരുവുത്സവമായ നോട്ടിംഗ് ഹിൽ കാർണിവൽ കുട്ടികളുടെ പരോളോടെ ആരംഭിച്ചു. ബാങ്ക് ഹോളിഡേ വീക്കെൻഡ് മുഴുവൻ നീളുന്ന ഈ ആഘോഷം കരീബിയൻ സംസ്കാരത്തിന്റെ നിറങ്ങളും സംഗീതവും ലണ്ടനിലെ വൈവിധ്യമാർന്ന സമൂഹ ജീവിതവും ഒരുമിപ്പിക്കുന്നു. കുട്ടികളുടെ പരേഡിന് മുന്നോടിയായി രാവിലെ 6-ന് ജൗവാട്ടിനായി ആഘോഷകർ ഒത്തുകൂടിയതോടെ വർണ്ണങ്ങളുടെ വിസ്ഫോടനത്തെയാണ് ദിവസം ആരംഭിച്ചത്. കുട്ടികൾ തിളങ്ങുന്ന വേഷങ്ങളിലും മുഖാവരണങ്ങളിലും സംഗീതത്തിനും നൃത്തത്തിനും കൈകോർത്തപ്പോൾ തെരുവുകൾ പൂർണ്ണമായും ആഘോഷത്തിന്റെ നിറങ്ങളിൽ മുങ്ങി. 1950കളിലും 60കളിലും കരീബിയൻ ദ്വീപുകളിൽ നിന്നെത്തിയ കുടിയേറ്റക്കാർക്ക് നേരിടേണ്ടി വന്ന വർഗീയ വിവേചനത്തിനും സാമൂഹിക സംഘർഷങ്ങൾക്കും മറുപടിയായാണ് നോട്ടിംഗ് ഹിൽ കാർണിവൽ രൂപം കൊണ്ടത്. നോർത്ത് ബെൽഫാസ്റ്റിൽ കഴിഞ്ഞ 3 ദിവസമായി നീണ്ടുനിന്ന സുരക്ഷാ അലർട്ട് അവസാനിച്ചു. വിക്ടോറിയ പരേഡിലെ ഒരു വീട്ടിൽ നിന്നും സംശയാസ്പദമായി വസ്തു കണ്ടെത്തിയതിനെ തുടർന്നാണ് വെള്ളിയാഴ്ച രാവിലെ സുരക്ഷാ മുന്നറിയിപ്പ് പ്രഖ്യാപിച്ചത്. വീടിനുള്ളിൽ നിന്ന് സംശയാസ്പദമായ വസ്തു കണ്ടെത്തിയതിനെ തുടർന്ന് ATO സ്ഥലത്തെത്തി പരിശോധന നടത്തിയപ്പോൾ പല നിയന്ത്രിത സ്ഫോടന വസ്തുക്കളും ആയുധങ്ങളും കണ്ടെത്തിയിരുന്നു. ഇവയിൽ ചിലത് കൂടുതൽ ഫോറൻസിക് പരിശോധനയ്ക്കായി അയച്ചിട്ടുണ്ട്. സംഭവവുമായി ബന്ധപ്പെട്ട് 30 വയസ്സ് പ്രായമുള്ള ഒരാളെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഇയാളെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ പുറത്തുവിട്ടിട്ടില്ല. അന്വേഷണങ്ങളും സുരക്ഷാ നടപടികളും പൂർത്തിയായതോടെ റോഡുകൾ വീണ്ടും തുറന്നിട്ടുണ്ട്. പ്രദേശവാസികൾക്ക് വീടുകളിലേക്കുള്ള മടങ്ങുവാനുള്ള അനുമതിയും നൽകി. ഈസ്റ്റ് ലണ്ടനിലെ ഒരു റെസ്റ്റോറന്റിലുണ്ടായ തീപിടുത്തവുമായി ബന്ധപ്പെട്ട ഒരു കൌമാരക്കാരൻ ഉൾപ്പെടെ 2 പേർ അറസ്റ്റിലായി. തീപിടുത്തത്തിൽ 5 പേർക്ക് പരിക്കേറ്റു. ഇതിൽ 2 പേർ ഇപ്പോഴും ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ തുടരുകയാണ്. 3 സ്ത്രീകൾക്കും 2 പുരുഷന്മാർക്കുമാണ് പൊള്ളലേറ്റത്. വെള്ളിയാഴ്ച വൈകുന്നേരം ഗാൻസ് ഹിൽ എൽഫോർഡ് പ്രദേശത്തെ ഇന്ത്യൻ അരോമ റെസ്റ്റോറന്റിലാണ് തീപിടുത്തമുണ്ടായത്. സംഭവത്തെക്കുറിച്ച് അന്വേഷണം ആരംഭിച്ച മെട്രോപൊളിറ്റൻ പോലീസ് 15 വയസ്സുള്ള ഒരു കൌമാരക്കാരനെയും 54 വയസ്സുള്ള ഒരു പുരുഷനെയും അറസ്റ്റ് ചെയ്തതായി അറിയിച്ചു. രാജ്യത്ത് ഇന്ന് 30 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയർന്ന ചൂടും തെളിഞ്ഞ സൂര്യപ്രകാശവും അനുഭവപ്പെടുമെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. വെറ്റ്ലാൻഡ്സ് പ്രദേശത്താണ് ഉയർന്ന താപനില രേഖപ്പെടുത്താൻ സാധ്യത. വെയിൽസിൽ ഈ വർഷത്തെ ഏറ്റവും ചൂടേറിയ ദിവസമായി മാറുവാനും സാധ്യതയുണ്ടെന്ന് പ്രവചനമുണ്ട്. മെറ്റ് ഓഫീസ് കഴിഞ്ഞ ആഴ്ച വ്യക്തമാക്കിയതുപോലെ വേനൽക്കാലം ഇനിയും പൂർണ്ണമായും അവസാനിച്ചിട്ടില്ലെങ്കിലും ഇതിനോടകം തന്നെ UKയിലെ ഏറ്റവും ചൂടേറിയ വേനലുകളിൽ ഒന്നായി ഇന്ന് രേഖപ്പെടുത്തുവാൻ സാധ്യതയുണ്ടെന്നും അറിയിച്ചു. ഇതിനോടകം തന്നെ 4 ഹീറ്റ് വേവുകൾ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ ചൂട് ദീർഘകാലം നിലനിൽക്കില്ലെന്നും തിങ്കളാഴ്ച രാത്രി മുതൽ ചൊവ്വാഴ്ചയോടെ ഹരിക്കെയിൻ എറിന്റെ ശേഷിപ്പുകൾ നോർത്തേൺ അയർലൻഡിലേക്ക് എത്തുമെന്നും ഇതുമൂലം UKയുടെ ഭൂരിഭാഗം പ്രദേശങ്ങളിലും ശക്തമായ കാറ്റും മഴയും അനുഭവപ്പെടുമെന്നും കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നു.
കാർഡിഫിലുണ്ടായ വാഹനാപകടത്തിൽ ഇന്ത്യൻ വംശജയായ യുവതി കൊല്ലപ്പെട്ട സംഭവത്തിൽ പ്രതി അറസ്റ്റിൽ 32 വയസ്സുള്ള നിവുൻ ഹെല്ലേജ് ഡോണ നിരോധ കലാഗ്നി നിവിൻഫിള്ളയാണ് വ്യാഴാഴ്ച നടന്ന അപകടത്തിൽ മരണപ്പെട്ടത്. അപകട വിവരമറിഞ്ഞ് സംഭവ സ്ഥലത്തെത്തിയ ഉദ്യോഗസ്ഥർ യുവതിയുടെ ജീവൻ രക്ഷിക്കാൻ ശ്രമിച്ചെങ്കിലും സാധിച്ചില്ല. സംഭവത്തിൽ പെൻറ്റ്വിൻ സ്വദേശിയായ തിസാര വെരാഗലേജ് എന്ന യുവാവിനെ പോലീസ് കൊലപാതക കുറ്റം ചുമത്തി അറസ്റ്റ് ചെയ്തു. കാർഡിഫ് കോടതിയിൽ ഹാജരാക്കിയ ഇയാളെ മജിസ്ട്രേറ്റ് റിമാൻഡ് ചെയ്തു. ലൈംഗിക ആരോപണങ്ങൾ നേരിട്ടതിനെ തുടർന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ എംഎൽഎക്കെതിരെ നടപടിയെടുത്ത പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് രാഹുലിനെ സസ്പെൻഡ് ചെയ്തു. 6 മാസത്തേക്കാണ് സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. എംഎൽഎ സ്ഥാനത്ത് രാഹുൽ തുടരും. സർക്കാരിന്റെ സൌജന്യ ഓണക്കിറ്റ് വിതരണം നാളെ തുടങ്ങും. ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള റേഷൻ കാർഡ് ഉടമകൾക്കാണ് സൌജന്യ ഓണക്കിറ്റുകൾ വിതരണം ചെയ്യുക. മഞ്ഞ കാർഡ് ഉടമകൾക്കാണ് ഭക്ഷ്യക്കിറ്റ് കിട്ടുക. എല്ലാ റേഷൻ കാർഡ് ഉടമകൾക്കും സൌജന്യമായി ഓണക്കിറ്റ് കിട്ടുമെന്ന പ്രചാരണം സമൂഹമാധ്യമങ്ങളിൽ നടന്നിരുന്നു. എന്നാൽ ഇത് ശരിയല്ലെന്ന് ഭക്ഷ്യവകുപ്പ് അറിയിച്ചു. കല്യാട് മോഷണം നടന്ന വീട്ടിലെ യുവതിയെ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്ത്. വായയിൽ സ്ഫോടക വസ്തു തിരികെ പൊട്ടിച്ച് അതിക്രൂരമായിട്ടാണ് ദർശിതയെ കൊലപ്പെടുത്തിയിരിക്കുന്നത്. ക്വാറികളിൽ ഉപയോഗിക്കുന്ന ഇലക്ട്രിക് ഡിറ്റനേറ്ററാണ് ഉപയോഗിച്ചതെന്നാണ് സൂചന. കർണാടക സാലി ഗ്രാമത്തിലെ ലോഡ്ജിലാണ് ദർശിതയെ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത്. ഇതോടുകൂടി ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു. എല്ലാ പ്രേക്ഷകർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. കൂടുതൽ വാർത്തകളുമായി നാളെ കണ്ടുമുട്ടാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.